ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. അസമിലെ ഗുവാഹട്ടിയിൽ 11,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. സ്പോർട്സ്, ആരോഗ്യ, അടിസ്ഥാന സൌകര്യം എന്നീ മേഖലകളിലെ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ചരിത്രത്തെ അവഗണിച്ച് ഒരു രാജ്യത്തിനും പുരോഗതി പ്രാപിക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മാറുന്ന സാഹചര്യത്തിനനുസരണമായി രാജ്യത്തെ നീതിന്യായ സംവിധാനവും മാറേണ്ടതുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. നീതിന്യായ വ്യവസ്ഥ എളുപ്പത്തിൽ ലഭ്യമാകുന്നതും താങ്ങാവുന്നതുമാകണം. ന്യൂഡൽഹിയിൽ കോമൺവെൽത്ത് അറ്റോർണീസ് ആൻഡ് സോളിസിറ്റേഴ്സ് ജനറൽ കോൺഫറൻസിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കാക്കനാട് കിൻഫ്ര അന്താരാഷ്ട്ര പ്രദർശന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും പരിപോഷിപ്പിച്ച് കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റം യാഥാർത്ഥ്യമാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഹൈക്കോടതി കൂടി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായതായി മന്ത്രി പി രാജീവ് അറിയിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. രാവിലെ 9 മണിക്കാണ് ബജറ്റ് പ്രസംഗം ആരംഭിക്കുക. അരിവില വർധനവിന് കാരണമാകുന്ന കേന്ദ്ര നിലപാട് തിരുത്തണമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ പങ്കെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അപൂർവ രോഗപരിചരണത്തിനായി കെയർ എന്ന പേരിൽ സമഗ്ര പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും 61 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും 31 ഐസൊലേഷൻ വാർഡുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച ജി സ്മാരകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മറൈൻ ഡ്രൈവിലാണ് 5 കോടി രൂപ ചെലവിൽ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സംസ്ഥാന വാർഷിക ക്യാമ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് ഗുണകരമാകുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ SPCക്ക് കഴിഞ്ഞെന്നും ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഈ പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. കേരള പോലീസിൽ പുതുതായി രൂപവൽക്കരിച്ച സൈബർ ഡിവിഷന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ ആന്റണി രാജു MLA അധ്യക്ഷത വഹിക്കും. നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ മുഖാമുഖം സദസ് ഈ മാസം 26-ന് തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. ഭിന്നശേഷി സൗഹൃദ കേരളം നവകേരളം കാഴ്ചപ്പാട് എന്ന ലക്ഷ്യത്തോടെ ഭിന്നശേഷി മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തും. സംസ്ഥാനമൊട്ടാകെ ആധുനിക മത്സ്യ മാർക്കറ്റുകൾ സ്ഥാപിച്ച് മത്സ്യവിപണന ശൃംഖല സ്ഥാപിക്കാനാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. ആലപ്പുഴ നൂറനാട് നിർമ്മിക്കുന്ന പടനിലം പബ്ലിക് മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. KPCC സംഘടിപ്പിച്ച മഹാജനസഭ തൃശൂരിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന പരിപാടിയിൽ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റുമാർ, വനിതാ വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. KPCC പ്രസിഡന്റ് K. സുധാകരൻ അധ്യക്ഷനായി. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 399 റൺസ് വിജയലക്ഷ്യം. 3ാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 255 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് എന്ന നിലയിലാണ്. പൊതുമേഖലാ സ്ഥാപനമായ കണ്ണൂരിലെ കേരള ക്ലെയ്സ് ആൻഡ് സെറാമിക്സ് ലിമിറ്റഡ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി നാടുകാണി കിൻഫ്ര കോമ്പൗണ്ടിൽ ആരംഭിച്ച 3ാമത്തെ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു. 112ാമത് അയിരൂർ ചെറുകോൾപ്പുഴ ഹിന്ദുമത പരിഷത്തിന് പമ്പ മണൽപ്പുറത്ത് തുടക്കമായി. 8 നാളുകളായാണ് പരിഷത്ത്. ഈ മാസം 11-നാണ് സമാപനം. അനർട്ടും തിരുവനന്തപുരം കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൂര്യകാന്തി എക്സ്പോ 2.0 സമാപിച്ചു. പാരമ്പര്യേതര ഊർജ്ജ ഉപകരണങ്ങളും വൈദ്യുത വാഹനങ്ങളും പരിചിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനമേള സംഘടിപ്പിച്ചത്. മിസോറാമിലെ ഐസ്വാളിൽ ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും കള്ളക്കടത്ത് ദേശീയ അന്വേഷണ ഏജൻസി തകർത്തു. പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഗൂഢാലോചനയുടെ ഭാഗമായി ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ വ്യക്തികൾക്ക് ഇവർ ആയുധങ്ങൾ വിതരണം ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. BJP കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഗാവ് ചലോ അഭിയാന് തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് രാജ്യത്ത് 7 ലക്ഷത്തോളം ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും നടത്തുന്ന പ്രചാരണ പരിപാടിയാണ് ഇത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.